കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരീ ഗുണദായിനി സർവശുഭകാരിണി. ആദിശങ്കരന് വിദ്യാവിലാസിനിയായ മൂകാംബികാദേവിയുടെ അനുഗ്രഹം ലഭിച്ച കുടജാദ്രിയിൽ ശ്രീ ശങ്കരാചാര്യ ജയന്തി ആഘോഷം നടന്നു. കുടജാദ്രിയിലെ സർവജ്ഞപീഠത്തിൽ ശങ്കരാചാര്യ പാദുക പ്രതിഷ്ഠയും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നു. ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ശൃംഗേരി ശാരദാപീഠം ശങ്കരാചാര്യർ ശ്രീ 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 വിധുശേഖര ഭാരതി സ്വാമികളാണ് പാദുക പ്രതിഷ്ഠ നടത്തിയത്. ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുടജാദ്രിയിലെ ശങ്കര ജയന്തി ആഘോഷങ്ങൾ നടന്നത്. മൂകാംബിക ദേവി സന്നിധിയിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് ഈ വർഷത്തെ ശങ്കരാചാര്യ ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 1000-ലധികം ഭക്തരാണ് SMDTയുടെ നേതൃത്വത്തിൽ കുടജാദ്രി മലമുകളിലെ സർവജ്ഞപീഠത്തിലെത്തി ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ശങ്കര ജയന്തി അവിസ്മരണീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ 100-ലധികം ജീപ്പുകളിലാണ് ഭക്തജനങ്ങളെ കുടജാദ്രി മലമുകളിൽ എത്തിച്ചത്. ശങ്കരാചാര്യ പരമ്പരയിലെ സന്യാസി ശ്രേഷ്ഠനായ വിധുശേഖര ഭാരതി സ്വാമികളുടെയും മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടികയുടെയും സാന്നിധ്യത്തിൽ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി SMDT പ്രവർത്തകർ നൽകിയ ടീഷർട്ടും ക്യാപ്പും അണിഞ്ഞാണ് ഭക്തസംഘത്തിന്റെ കുടജാദ്രി യാത്ര ആരംഭിച്ചത്. നിരവധി ഭക്തർ മലമുകളിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ കുടജാദ്രി പ്ലാസ്റ്റിക് വിമുക്തമായി പരിസ്ഥിതി സൗഹൃദമാക്കാൻ വനം വകുപ്പിന്റെ നിയന്ത്രണങ്ങളുമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളോ പാത്രങ്ങളോ കയ്യിലുണ്ടെങ്കിൽ ഓരോന്നിനും നിശ്ചിത തുക വനം വകുപ്പ് ഈടാക്കും. തിരികെ ഇറങ്ങുമ്പോൾ കുപ്പികളും മറ്റും വലിച്ചെറിയാതെ തിരികെ കൊണ്ടുവന്നുവെന്ന് ഉറപ്പുവരുത്തിയാൽ അടച്ച തുക തിരികെ വാങ്ങി മടങ്ങാം. തീർത്ഥാടകർക്ക് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് വനം വകുപ്പ് നൽകുന്നത്.
സൗവർണിക നദിക്കരയിൽ സർവാഭീഷ്ട വരപ്രദായിനിയായ മൂകാംബികാദേവിയുടെ ദർശന പുണ്യം തേടിയെത്തുമ്പോൾ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് ഭക്തിയുടെ അഭൗമ തേജസ്സായി തലയുയർത്തി നിൽക്കുന്ന കുടജാദ്രിയുടെ ദൃശ്യം ഭക്തമനസ്സുകൾക്ക് അവാച്യമായ അനുഭൂതിയാണ് പകർന്നു നൽകുന്നത്. അദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ ശങ്കരാചാര്യർക്ക് ദേവീ ദർശനം ലഭിച്ചത് കുടജാദ്രിയിൽ വെച്ചാണ്. ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച കുടജാദ്രി ശൃംഗങ്ങളിലേക്കുള്ള യാത്ര മനസ്സിനും ശരീരത്തിനും ഉന്മേഷദായകമാണ്. സൗവർണിക നദിയിലെ തെളിനീരിൽ മുങ്ങിക്കുളിച്ച് സവിശേഷമായ മൂകാംബികാ ദേവീ ദർശനത്തിനു ശേഷം കുടജാദ്രിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ യാത്രയുടെ ദുർഘടങ്ങളെക്കാൾ വൈവിധ്യമാർന്ന ദൃശ്യാനുഭവങ്ങളാണ് ലഭിക്കുന്നത്. മൂകാംബികാ ദേവിയുടെ മൂലസ്ഥാനവും ശങ്കരാചാര്യ തപസ്സനുഷ്ഠിച്ച ചിത്രമൂല ഗുഹയും സർവജ്ഞ പീഠവുമെല്ലാം കാണാൻ കഴിയുന്നു എന്നത് കുടജാദ്രിയിലേക്കുള്ള യാത്രയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. കൊല്ലൂരിൽ നിന്നും ഷിമോഗയ്ക്കുള്ള വഴിയിൽ ഏകദേശം 15 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാകും. അവിടെ നിന്നും 12 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റവും സമതലവുമൊക്കെയുള്ള കാനന പാതയിലൂടെ സഞ്ചരിച്ച് വേണം കുടജാദ്രിയുടെ മുകളിലെത്താൻ. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൗകര്യം ലഭിക്കും. ജീപ്പാണ് പ്രധാന വാഹനം. എന്നാൽ പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ ആസ്വദിച്ച് മനസ്സ് നിറയെ ഭക്തിയുമായി കുടജാദ്രിയിലേക്കുള്ള യാത്ര അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. ജൈവ വൈവിധ്യങ്ങളും പക്ഷികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാമുള്ള ഇടതൂർന്ന വനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങളുടെ സൗകുമാരതയും ആത്മീയമായ ഉണർവുമാണ് തീർത്ഥാടകർക്ക് ലഭിക്കുന്നത്. ഒരു വട്ടം എത്തുന്നവർ വീണ്ടും വീണ്ടും കുടജാദ്രിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. സമുദ്രനിരപ്പിൽ നിന്നും 1343 മീറ്റർ ഉയരത്തിലാണ് മൂകാംബികാ ദേവിയുടെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി. ദേവി മൂകാസുരനെ വധിച്ച പുണ്യഭൂമിയിൽ ദേവിയുടെ ചതുർബാഹു വിഗ്രഹ പ്രതിഷ്ഠയാണുള്ളത്. ശ്രീകോവിലിന് പുറത്തായി കാലഭൈരവ പ്രതിഷ്ഠയുമുണ്ട്. ഉമാക്ഷേത്രവും കാളീക്ഷേത്രവും ശങ്കരതീർത്ഥവും അഗസ്ത്യതീർത്ഥവും ഗൗരി തീർത്ഥവും കമണ്ഡലു തീർത്ഥവുമെല്ലാം കുടജാദ്രിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാം.
त्यागेनैके अमृतत्वमानशुः परेण नागन्निहितं गुहायां विभ्राजदेशयन्ति वेदान्तविज्ञानसुनिश्चितार्थात् सन्न्यासयोगाश्रितयः शुद्धसत्त्वाः ते ब्रह्मलोके दुपरान्तकाले परामृतात् परिमुच्यन्ति सर्वे रत्रं विवाहं परमेश्वरं पुरमध्यसग्रस्थं तत्रापि रत्रं विशोकस्तस्मिन् पवित्रं विततं पुराणंगेन पूर्णस्तरविदुष्कृतानि तेन पवित्रेण शुद्धेन पूरादिपावनादिं करेम ഗുഹാക്ഷേത്രത്തിൽ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ തൊഴുത് കുത്തനെയുള്ള കയറ്റം കയറി സർവജ്ഞപീഠത്തിലെത്താം.
मे षडित्यग्निश्च पृथिवीजवायुश्चान्तरिक्षं चादित्यश्च द्यौश्चेते षडे देहि दग्ग सर्वग्ग षडिति कथमेते त्रयो देवा इति म एव त्रयो लोका एषु हि मे सर्वे देवा इति कथमौ तौ द्वौ देवा विद्यन्नं चैव प्राणश्चेति कथमोऽध्यर्थ इति योऽयं पवत इति तदाहुर्यदयमेक इवैव पवतेऽथ कथमध्यर्थ इति यदस्मिन्निदग्ग सर्वमध्यार्थोत्तेनाध्यर्थ इति कथम एको देव इति प्राण इति स ब्रह्मत्यदित्याचक्षते पृथिव्यैव यस्यायतनमग्निर्लोको मनोज्योतिर्यो वैदं पुरुषं विद्यात् सर्वस्यात्मनः पराजनग् स वै वेदिता स्याद्याज्ञवल्क्यवेदवा अहन्तं पुरुषग् सर्वस्यात्मनः परायणयमाथय एवायज्ञ शारीरः पुरुषः स एष वदैव शाकल्य तस्य का देवतेत्यमृतमिति होवाच काम एव यस्यायतनग् हृदयल्लोको मनोज्योतिर्यो वैदं पुरुषं विद्यात् सर्वस्यात्मनः परायणग् स वै वेदिता स्याद्याज्ञवल्क्यवेदवा अहन्तं पुरुषग् सर्वस्यात्मनः परायणयमाथय एवायं काममजः पुरुषः स एष वदैव शाकल्य तस्य का देवतेति स्त्रिय इति होवाच रूपाण्येव यस्यायतनं चक्षुर्लोको मनोज्योतिर्यो वैदं पुरुषं विद्यात् सर्वस्यात्मनः परायणग् स वै वेदिता स्याद्याज्ञवल्क्यवेदवा अहन्तं पुरुषग् सर्वस्यात्मनः परायणयमाथय एव सावादित्ये पुरुषः स एष पदैव शाकल्य तस्य का देवते सर्वोपप्लवरहितप्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि ॐ ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः 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 ಯಾರು ಕಾಣುವುದಿಲ್ಲ ಸ್ವಲ್ಪ ಜನ ಸಾಕು ಒಂದು 2 ಅಥವಾ 3 ಜನ ಬನ್ನಿ ಹೊರಗೆ ಎಲ್ಲ ಹೊರಗೆ ಬನ್ನಿ ಎಲ್ಲರೂ ಹೊರಗೆ ಬನ್ನಿ ಜಾಸ್ತಿ ನಿಲ್ಲಬೇಡಿ ಎಲ್ಲರೂ ನೋಡ್ಬೋದು
ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സർവജ്ഞപീഠം മനസ്സിന് അനുഭൂതി പകരുന്ന കാഴ്ചയാണ്. കരിങ്കല്ലിൽ തീർത്ത മണ്ഡപമാണ് ഇവിടെയുള്ളത്. ശങ്കരാചാര്യ സ്വാമികളുടെ ചെറുവിഗ്രഹവും ശിലയിൽ കൊത്തിയ ശ്രീചക്രവും ഇവിടെയുണ്ട്. സിംഹാസനേശ്വരിയായ ശ്രീ ലളിതാംബിക വസിക്കുന്ന ശ്രീചക്രവും സർവജ്ഞപീഠവും ദർശന പുണ്യമേകും. സർവജ്ഞപീഠത്തിന് പിറകിലാണ് ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂല ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വാഗ്വിലാസിനിയായ മൂകാംബിക ദേവിയുടെയും കുടജാദ്രിയിൽ കുടികൊള്ളുന്ന ദേവിയുടെയും അദ്വൈത ആചാര്യനായ ശങ്കരാചാര്യരുടെയും സ്മരണകൾ നൽകുന്ന അനുഭൂതി മറ്റെങ്ങും ലഭിക്കുകയില്ല എന്നത് ഇവിടെ എത്തുന്ന ഭക്തലക്ഷങ്ങൾ നേരിട്ടറിയുന്ന അനുഭവമാണ്. മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളെ എല്ലാ ഭക്തരും 1000 കിലോമീറ്റർ ദൂരത്തിന് ആദിശങ്കര ഭഗവത്പാദരുടെ ജനിച്ച മണ്ണിന് ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ തപസ് ചെയ്ത ഈ ഒരു ദിവ്യഭൂമിക്ക് നിങ്ങളെല്ലാവരും വന്നിട്ട് ആദിശങ്കര ഭഗവത്പാദർ ആദ്യം പ്രതിഷ്ഠാപിച്ച ദക്ഷിണാംനായ ശ്രീ ശാരദാപീഠം ശൃംഗേരി മഠത്തിൻ്റെ നമ്മളുടെ എല്ലാവരുടെയും ആചാര്യവർയരായ ജഗദ്ഗുരു വിധുശേഖര ഭാരതി മഹാസ്വാമികളുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഈ ഒരു ഭൂമി ഇന്ന് തപോഭൂമിയായ ഭൂമി കൂടി അതിശയമായ തപോഭൂമിയായിട്ട് മാറി. എല്ലാ മലയാളികളുടെ ശ്രദ്ധാകേന്ദ്രവും അമ്മയുടെ വീടുമായ കൊല്ലൂർ മൂകാംബിയുടെ ഒരു ദിവ്യക്ഷേത്രത്തിൽ ഇന്ന് ജഗദ്ഗുരു മഹാസ്വാമികൾ ആദിശങ്കര ഭഗവത്പാദരുടെ പീഠത്തിൽ രജതമയമായ പാതുകയും പ്രതിഷ്ഠാപിച്ചിട്ട് അതല്ലാണ്ട് ഈ ഒരു ദിവ്യ സന്നിധാനത്തിൽ അദ്ദേഹം ഇന്ന് ആദി ഭഗവത്പാദർക്ക് വിശേഷമായി പൂജ ചെയ്തിട്ട് പാതുകകൾ പ്രതിഷ്ഠാപിച്ചിട്ട് നമ്മളുടെ എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശങ്കര ജയന്തിയുടെ ഈ ഒരു ശുഭ സന്ദർഭം 5 ദിവസം ശൃംഗേരിയിൽ ശങ്കര ജയന്തി ആഘോഷം ഉണ്ടെങ്കിലും ആ ആഘോഷത്തിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി സമയം ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഈ ധർമ്മം എപ്പോഴും നിലനിൽക്കണം. വിശേഷമായിട്ട് ജഗദ്ഗുരു മഹാസ്വാമികൾക്ക് കേരളത്തിൻ്റെ മുകളിൽ വിശേഷമായ വാത്സല്യവും അനുഗ്രഹവുമാണ്, അഭിമാനമാണ്. ആദിശങ്കര ഭഗവത്പാദർ തന്നെ സ്ഥാപിച്ച ചതുരാംനായ പീഠത്തിൽ ആദ്യ പീഠം ദക്ഷിണാംനായ ശ്രീ ശാരദാപീഠമാണ്. ഈ പീഠത്തിൽ 37ാമത്തെ പീഠാധിപതിയായിട്ട് ജഗദ്ഗുരു ശ്രീ വിധുശേഖര ഭാരതി മഹാസ്വാമികൾ ഇന്ന് ലോകാനുഗ്രഹം ചെയ്യുന്നുണ്ട്. ഈ ഒരു പീഠത്തിൻ്റെ വിശിഷ്ടത എന്തെന്നാൽ ആദിശങ്കര ഭഗവത്പാദർ തന്നെ സ്ഥാപിച്ച് അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്തിട്ട് അവിടെ ശാരദാ ഭഗവതിനെ പ്രതിഷ്ഠാപിച്ച് ലോകം മുഴുവൻ തൻ്റെ 32 വയസ്സിൽ കറങ്ങിയിട്ട് ധർമ്മം ഇന്ന് ഇത്ര ആളിവിടെ നിന്നിട്ട് ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നാൽ അത് ആദിശങ്കര ഭഗവത്പാദരുടെ ഒരു അനുഗ്രഹമാണ്, അദ്ദേഹം ചെയ്ത കാര്യമാണ്. ശങ്കര ഭഗവത്പാദരുടെ പറ്റി കർണാടകവോ തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ ഭാരതോ അല്ല, ആദ്യം
അഭിമാനം വരുന്നത് കേരളത്തിലാവണം എന്നാണ് ജഗദ്ഗുരു മഹാസ്വാമികളുടെ ഒരു ആശയം. നിങ്ങൾ അത്ര അഭിമാനത്തോടു കൂടി ആയിരക്കണക്കിലെ കിലോമീറ്ററുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജഗദ്ഗുരു മഹാസ്വാമികളുടെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷവും ഒരു അനുഗ്രഹീത ഒരു ക്ഷണമാണ് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ரொம்ப ஒரு சந்தோஷகரமான ஒரு விஷயம். இந்த மூகாம்பிகா டிவோட்டி ட்ரஸ்ட் அப்படின்னு பண்ணிட்டு இதுல எல்லோரும் அம்பாளுடைய சேவை பண்ணுவதற்காக எல்லோரும் இதுல கலந்துக்கிறது ரொம்ப சந்தோஷகரமான ஒரு விஷயம். இந்த சந்தர்ப்பத்துல உங்களுக்கு எல்லோருக்கும் நாராயண ஸ்மரணபூர்வமா ஆசீர்வாதம் பண்ணிருக்கோம். சாரதா சந்திரமணேஸ்வருடைய எங்க குருநாதரான இந்த தட்சிணாமநாய சாரதா பீடத்தின் 36வது அதிபதிகளான ஜெகத்குரு ஸ்ரீ ஸ்ரீ பாரதி மகாஸ்வாமிகளுடைய பரிபூர்ணமான அனுகிரகம் உங்களுக்கு எல்லோருக்கும் சதாகாலம் கிடைக்கட்டும். தத்வாரா எல்லோருக்கும் எல்லா விதமான ஸ்ரேயஸ்வரும் கிடைக்கட்டும் அப்படின்னு இந்த சந்தர்ப்பத்தில் ஆசீர்வாதம் பண்ணிட்டு இருக்கோம். இந்த மாதிரி அம்பாளுடைய சேவை எல்லாமே எப்பவும் நன்னா நடந்துட்டு இருக்கட்டும். அதே மாதிரி எல்லோருக்கும் ஒரு விஷயம், இந்த சங்கர ஜெயந்தியை எல்லோரும் நன்றாக ஆச்சரணம் பண்ணணும். எல்லோரும் வருஷா வருஷம் இந்த வைசாக சுக்ல பஞ்சமி போது இந்த சந்தர்ப்பத்தில் சங்கர ஜெயந்தியை எல்லோரும் எப்படி ராமநவமி, கிருஷ்ணாஷ்டமி, சிவராத்திரி, நவராத்திரி, விநாயகர் சதுர்த்தி இது எல்லாத்தையும் ஆச்சரணம் பண்றோமோ அதே மாதிரி இந்த சங்கர ஜெயந்தியும் எல்லோரும் ஆச்சரணம் பண்ணணும். ஒவ்வொரு வீட்டிலையும், ஒவ்வொரு உலகத்திலையும், ஒவ்வொரு ஊர்லையும், எல்லா இடத்துலையும் இது நடக்கணும். இந்த சங்கர ஜெயந்தி உற்சவம்ங்கிறது நடக்கணும். எல்லா இடத்துலையும் பகவத்பாதருடைய ஒரு மூர்த்தியோ ஒரு போட்டோவோ ஏதாவது எல்லா இடத்துலையும் இருக்கணும். ஏன்னா அவர் நமக்கு எல்லோருக்கும் குரு. அவருக்கு ஜெகத்குருன்னு சொல்லுவோம். എല്ലാവരും ഒരുമിച്ചിരിക്കണം. ദയവ് ചെയ്ത് മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റിന്റെ പകരമായിട്ട് ആദിശങ്കർ ഭഗവത്പാദരുടെ ഒരു വിശിഷ്ടമായ മൂർത്തി ജഗദ്ഗുരു ശ്രീ ശ്രീ വിധുശേഖർ ഭാരതി മഹാസ്വാമികൾക്ക് ഉപഹാരമായിട്ട് കൊടുക്കാൻ പോവാണ്. ഈ 1300 ವರ್ಷಗಳ ಹಿಂದೆ ಆದಿಶಂಕರ ಭಗವತ್ಪಾದಾಚಾರ್ಯರು ಇಲ್ಲಿ ಬಂದಿದ್ದನ್ನು ನಾವ್ಯಾರು ಅವತ್ತಿನ ದಿವಸ ನಮ್ಮ ಮಾನವ ಕಣ್ಣಿನಿಂದ ನೋಡಲಾಗಲಿಲ್ಲ. ಆದರೂ 1300 ವರ್ಷಗಳ ನಂತರ ಆದಿಶಂಕರ ಭಗವತ್ಪಾದರು ಜಗದ್ಗುರು ಶ್ರೀ ಶ್ರೀ ವಿಧುಶೇಖರ್ ಭಾರತಿ ಮಹಾಸ್ವಾಮಿಗಳ ರೂಪದಲ್ಲಿ ನಮ್ಮೆಲ್ಲರ ಮುಂದೆ ಇಂದು ಬಂದು ನಮ್ಮೆಲ್ಲರನ್ನು ಹರಸಿ ನಮ್ಮೆಲ್ಲರಿಗೂ ಅಕ್ಷಯ ತೃತೀಯದ ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಅಕ್ಷಯವಾಗಿ ಅನುಗ್ರಹಿಸಿ ನಮ್ಮೆಲ್ಲರನ್ನು ಒಂದು ದಿವ್ಯ ದೃಷ್ಟಿಯಿಂದ ಅನುಗ್ರಹಿಸಲು ಈವರೆಗೆ ಬಂದು പ്രകൃതിയുടെ മനോഹാരിതയും ആത്മീയ അനുഭൂതിയും ആവോളം ആസ്വദിച്ച് കുടജാദ്രിയിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ അറിവിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലെത്താൻ കടന്നു പോകേണ്ട ദുർഘടമായ മാർഗം മനസ്സിൽ തെളിയും. ഔഷധ സസ്യങ്ങളെ തഴുകിയെത്തുന്ന കാറ്റിന്റെ സുഗന്ധം ആസ്വദിച്ച് വീണ്ടും കുടജാദ്രിയിലെത്താനുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. ഈ വർഷത്തെ ശങ്കര ജയന്തിയോടനുബന്ധിച്ച് 4 ദിവസത്തെ പരിപാടികളാണ് SMDT സംഘടിപ്പിച്ചത്. അക്ഷയ തൃതീയ ദിനത്തിൽ കുടജാദ്രി മലയിൽ ശങ്കരപീഠത്തിൽ നടന്ന സത്സംഗത്തിൽ ശൃംഗേരി ശാരദാപീഠത്തിലെ ശങ്കരാചാര്യർ ശ്രീ 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 വിധുശേഖര ഭാരതി സ്വാമികൾ പ്രഭാഷണം നടത്തി. മൂകാംബികാദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ദേവീ ദർശനം ലഭിച്ച ആദിശങ്കരനെ അനുസ്മരിച്ചുകൊണ്ട് സ്വാമികൾ ഭക്തജനങ്ങൾക്ക് ആധ്യാത്മിക സന്ദേശം നൽകി. ശങ്കര ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ SMDTയുടെ പ്രവർത്തനങ്ങളെ സ്വാമികൾ അഭിനന്ദിച്ചു. അദ്വൈത ആചാര്യനായ ശങ്കരാചാര്യ സ്വാമികൾക്ക് മൂകാംബികാദേവി അനുഗ്രഹവർഷം ചൊരിഞ്ഞ കുടജാദ്രിയിലെ ശങ്കരപീഠത്തിൽ ജയന്തി ആഘോഷ പരിപാടികൾ വളരെ മനോഹരമായി സംഘടിപ്പിച്ച SMDTയുടെ പ്രവർത്തനങ്ങൾക്ക്
മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ അടിക ആശംസകൾ അർപ്പിച്ചു. കുടജാദ്രിയിലെ ശങ്കരപീഠത്തിൽ ശ്രീ വിധുശേഖര ഭാരതി സ്വാമികൾ ശങ്കര പാദുകം പ്രതിഷ്ഠിച്ച് അഭിഷേകം നടത്തി. പാദക പ്രതിഷ്ഠാ ചടങ്ങുകൾ ദർശിച്ച ഭക്തജനങ്ങൾ പ്രാർത്ഥനാ നിരതരായി. SMDT ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് RS പ്രശാന്തിന്റെയും സെക്രട്ടറി അഡ്വക്കേറ്റ് സിമ ശശിധരന്റെയും കോർഡിനേറ്റർ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് പ്രവർത്തകരാണ് ശങ്കരജയന്തി ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനെത്തിയ ഭക്തരെ ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തി വാഹന സൗകര്യമൊരുക്കിയാണ് SMDT പ്രവർത്തകർ കുടജാദ്രിയിൽ എത്തിച്ചത്. കലാപരിപാടികളും സത്സംഗവും ക്ഷേത്ര ദർശനവും പ്രഭാഷണങ്ങളും ശങ്കർ ജയന്തി ആഘോഷത്തെ ധന്യമാക്കി. ശങ്കരപീഠവും ശങ്കരപാദുകവും വണങ്ങി ദേവീ ചൈതന്യത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമമർപ്പിച്ച് ശങ്കരജയന്തി ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് ആത്മീയ അനുഭൂതി നുകർന്ന് ഭക്തജനങ്ങൾ കുടജാദ്രി മലയിറങ്ങി.